ദുബായിലെ ആശുപത്രി കിടക്കയിൽ നിന്നും ആയിരങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വേടൻ സംഗീതമഴ പെയ്ച്ചു. വേടന്റെ വേട്ട എന്ന ലൈവ് മ്യൂസിക് ഷോ ഇതോടെ പ്രതിസന്ധികളിലും തളരാത്ത പോരാട്ടത്തിന് മറ്റൊരു വിജയമായി മാറി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വേടന്റെ പാട്ട് കേൾക്കാനായെത്തി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കാടിന്റെ മകൻ എന്ന രീതിയിൽ അവതരിപ്പിച്ച ഇൻട്രോ സോങ്ങുമായാണ് വേടന്റെ ദുബായ് വേട്ട ആരംഭിച്ചത്. വൈകിട്ട് 5:30 ഷോ തുടങ്ങും എന്ന് സംഘാടകർ അറിയിച്ചെങ്കിലും വേടന്റെ പെർഫോമൻസ് തുടങ്ങിയത് രാത്രി 10 മുതലാണ്. അതിനു മുമ്പ് സംഘത്തിലെ മറ്റുള്ളവർ സദസ്സിനെ ഇളക്കിമറിച്ചു. തുടർന്ന് മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം കാടിന്റെ മകൻ കൂറ്റൻ സ്റ്റേജിലെ വേട്ടനായിയെ സാക്ഷിയാക്കി പ്രകടനം ആരംഭിച്ചു. വേട്ട എന്ന് എഴുതിയ കറുത്ത ജാക്കറ്റുമായി കാട്ടുമരത്തിന്റെ മരം മുറിഞ്ഞ് എന്ന ഗാനത്തോടെ ആയിരങ്ങളെ ഇളക്കിമറിച്ചു. കാട്ടുമരത്തിന്റെ മനം മുറിഞ്ഞേ, കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞേ, എന്ന തോക്കുകൾ മന്ത്രമോദവും അമ്മ കിളി കരഞ്ഞേ. വനമകളൊരു തീവിന്റെ മാറു തുളഞ്ഞല്ലോ, മനവും തകർന്നു പെരുങ്കാട് കരഞ്ഞല്ലോ. മലയിൽ ഉരുവെടുക്കും അരുവിരണ നിറഞ്ഞ് അർഗം കരിഞ്ഞല്ലോ. പൂങ്കാവനത്തിലോ പോര് അത് കാണാൻ കൊതിച്ചൊരല്ല മാരി. ഇന്ന് ചത്ത് നീതിക്കൊപ്പം നേരി കുരുതിക്ക് കൂട്ടു നിന്നവര് ആര്. ദുബായ് കിസൈസ് അമിറ്റി സ്കൂൾ മൈതാനത്താണ് വേടന്റെ പെർഫോമൻസ് അരങ്ങേറിയത്. കടുത്ത പനിയും തളർച്ചയും മൂലം വേടൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്ന് അവതാരകർ ഇടയ്ക്കിടെ സ്റ്റേജിൽ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് പനി ഒരു പ്രശ്നം അല്ലെന്നും അമ്മയുടെ ഉദരത്തിൽ നിന്നും കരുത്തുമായി വന്നതാണെന്നും പറഞ്ഞ് അത് വേടന്റെ പാട്ടായി വഴിമാറി. പക്ഷെ പനിയൊന്നും പ്രശ്നമില്ല. പനിയൊന്നും ഒരു പ്രശ്നമല്ല. കോൺക്രീറ്റ് വനത്തിലോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ല് പോലൊരുത്തി. അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി. അവളെ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരിധിയല്ലോ എരികിത്തി. ക്രിമിനൽ സോഷ്യൽ ക്രിമിനൽ, ക്രിമിനൽ സോഷ്യൽ ക്രിമിനൽ, ക്രിമിനൽ സോഷ്യൽ ക്രിമിനൽ, ക്രിമിനൽ. പാട്ടുകൾക്ക് ആവേശം വിതറി ഇടയ്ക്കിടെ തീയും പുകയും വർണ്ണക്കടലാസുകളും ആകാശത്തു നിന്നും പറന്നുയർന്നു. വേടൻ ദുബായിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംഗീതം കൊണ്ടുള്ള വേട്ടയാടലായി പര്യവസാനിച്ചു. ദുബായ് നഗരം കണ്ട ഏറ്റവും വലിയ മ്യൂസിക് ഷോയ്ക്ക് കൂടിയാണ് വേടൻ ലൈവിലൂടെ സാക്ഷ്യം വഹിച്ചത്. വേദിയിൽ നിന്നും എൽവിസ് കുമാർ, ജയ്ഹിന്ദ് ന്യൂസ്.